ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസിദാസ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹീന്ദ രജപക്സെയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ഇന്ന്. വാണിജ്യം, സുരക്ഷ, പ്രതിരോധം തുടങ്ങിയവ ചർച്ചയാകും. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഇതിഹാസ ഗായകന് വിട നൽകാനൊരുങ്ങി സംഗീത ലോകം. എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ സംസ്കാരം ഇന്ന് ചെന്നൈ താമരൈപ്പാക്കത്ത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളിലായി അടുത്ത മാസം 28 മുതൽ. വോട്ടെണ്ണൽ നവംബർ 10-ന്. ഐപിഎല്ലിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈയ്ക്കെതിരെ ഡൽഹിക്ക് 44 റൺസ് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹീന്ദ രജപക്സെയും ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വെർച്വൽ കൂടിക്കാഴ്ചയാണ് ഇരുവരും നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ലിഖിത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അയൽ രാജ്യവുമായി വെർച്വൽ രീതിയിൽ നടത്തുന്ന ആദ്യ ചർച്ചയാണിത്. ഈ വർഷം ഓഗസ്റ്റിൽ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷം രജപക്സെ ഒരു വിദേശരാജ്യ നേതാവുമായി നടത്തുന്ന ആദ്യ നയതന്ത്ര ഇടപെടൽ കൂടിയാണിത്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം എപ്പോഴും ഉയർന്ന തലത്തിലുള്ള കൈമാറ്റങ്ങൾ അടയാളപ്പെടുത്തുന്നതാണ്. വാണിജ്യം, സുരക്ഷ, പ്രതിരോധം, സംസ്കാരം, വിനോദസഞ്ചാരം തുടങ്ങി വിവിധ മേഖലകളിൽ പരസ്പര സഹകരണത്തിലൂന്നിയുള്ള ഇടപെടൽ ശ്രദ്ധേയമാണ്. കോവിഡ് സൃഷ്ടിച്ച വെല്ലുവിളിക്കിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദൃഢബന്ധത്തിനും 2 അയൽരാജ്യങ്ങൾ തമ്മിലുള്ള പൈതൃകം പങ്കുവയ്ക്കുന്നതിനും വെർച്വൽ യോഗം വഴിവയ്ക്കും. അയൽക്കാർ ആദ്യം എന്ന ഇന്ത്യൻ നയത്തിന്റെ പ്രതിഫലനം കൂടിയാണിത്. ഉഭയകക്ഷി ബന്ധത്തിന്റെ വിശാലമായ ചട്ടക്കൂട് സമഗ്രമായി അവലോകനം ചെയ്യാനും പരസ്പര താൽപര്യമുള്ള വിവിധ വിഷയങ്ങളിൽ കൂടുതൽ ശക്തവും ആഴമേറിയതുമായ പങ്കാളിത്ത സഹകരണം ഉറപ്പാക്കാനും ഉച്ചകോടി അവസരം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് അഭിസംബോധന ചെയ്യും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ വെർച്വൽ ആയിട്ടാണ് പൊതുസഭാ സമ്മേളനം. ഇന്ത്യൻ സമയം വൈകിട്ട് 6:30ഓടെയായിരിക്കും അഭിസംബോധന. തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ പ്രധാനമന്ത്രി പരാമർശിച്ചേക്കും. നമ്മുടെ ഭാവി, നമ്മുടെ ഐക്യരാഷ്ട്രസഭ, ലോകരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ഊട്ടിയുറപ്പിക്കൽ, ഐക്യത്തോടെ കോവിഡിനെതിരെ പോരാടൽ എന്നതാണ് 75ാമത് UN പൊതുസഭാ സമ്മേളനത്തിന്റെ പ്രമേയം. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 81.74% ഉയർന്നു. 9,70,116 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 58 ലക്ഷം കടന്നു. ആകെ മരണസംഖ്യ 92,290 ആണ്. മെയ് 25-ന് രാജ്യത്ത് ആഭ്യന്തര വിമാന സർവീസ് പുനരാരംഭിച്ച ശേഷം 1 ലക്ഷത്തിലധികം വിമാനങ്ങളിലായി 1 കോടിയിലധികം പേർ യാത്ര ചെയ്തതായി വ്യോമയാന മന്ത്രാലയം. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഇത് മുതൽക്കൂട്ടാകുമെന്ന് വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 69ാം പതിപ്പ് നാളെ. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പരിപാടി രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. ദൂരദർശനും പരിപാടി സംപ്രേഷണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലുള്ള പരിഭാഷയും ഉണ്ടാകും. ഇതിഹാസ ഗായകന് വിട നൽകാനൊരുങ്ങി സംഗീത ലോകം. ഇന്നലെ അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ സംസ്കാരം ഇന്ന്. തമിഴ്നാട്ടിൽ ചെന്നൈക്കടുത്തുള്ള തിരുവള്ളൂർ ജില്ലയിലെ താമരൈപ്പാക്കത്തുള്ള അദ്ദേഹത്തിന്റെ ഫാം ഹൌസിൽ രാവിലെ 11 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ. തമിഴ്നാട് സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം. ഇന്നലെ ഉച്ചയോടെ ചെന്നൈയിലെ ആശുപത്രിയിലായിരുന്നു SPBയുടെ അന്ത്യം. കോവിഡ് ബാധിച്ച അദ്ദേഹത്തെ ചികിത്സയ്ക്കായി കഴിഞ്ഞ മാസം 5-നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് കോവിഡ് നെഗറ്റീവ് ആയെങ്കിലും പ്രമേഹ സംബന്ധമായ അസുഖങ്ങളാണ് ആരോഗ്യനില വഷളാക്കിയത്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ അടക്കമുള്ള പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. കലാ സാംസ്കാരിക മേഖലകളിലടക്കമുള്ള നിരവധി പ്രമുഖരും ആയിരക്കണക്കിന് ആസ്വാദകരും ഇന്നലെ ചെന്നൈയിലെ വസതിയിൽ എത്തി എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. പിന്നീട് മൃതദേഹം അവസാന ചടങ്ങുകൾക്കായി ഫാം ഹൌസിലേക്ക് കൊണ്ടുപോയി. വിലാപയാത്രയ്ക്കിടെ നിരവധി ആരാധകർ എക്കാലത്തെയും മികച്ച സംഗീത പ്രതിഭയ്ക്ക് കണ്ണീരോടെ വിട നൽകി. ഇന്ത്യ ജപ്പാൻ സംയുക്ത നാവികാഭ്യാസം ജിമെക്സിന്റെ 4ാം പതിപ്പിന് വടക്കൻ അറേബ്യൻ കടലിൽ ഇന്ന് തുടക്കം. ഇന്ത്യൻ നാവികസേനയും ജപ്പാന്റെ നാവികസേനാ വിഭാഗവും തമ്മിൽ 2 വർഷത്തിൽ ഒരിക്കലാണ് നാവിക പരിശീലനം നടത്തുന്നത്. സമുദ്ര സുരക്ഷാ സഹകരണത്തിൽ സജീവ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടുള്ള ജിമെക്സ് സീരീസ് പരിശീലനങ്ങൾ 2012 ജനുവരിയിലാണ് ആരംഭിച്ചത്. ജിമെക്സിന്റെ കഴിഞ്ഞ പതിപ്പ് 2018 വിശാഖപട്ടണത്ത് നടന്നിരുന്നു. കോവിഡ്-19 നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് 3 ദിവസങ്ങളിലായാണ് ജിമെക്സ് 20 സംഘടിപ്പിച്ചിട്ടുള്ളത്.
ആദായനികുതി വകുപ്പിൽ നേരിട്ട് ഹാജരാകാതെയുള്ള ഫേസ്ലെസ് അപ്പീലുകൾക്ക് തുടക്കമായി. ഗുരുതര സാമ്പത്തിക തട്ടിപ്പുകൾ, നികുതി വെട്ടിപ്പുകൾ, നികുതി നൽകാതെ ഒഴിഞ്ഞുമാറൽ, പ്രാധാന്യമുള്ള പരിശോധനകൾ, അന്താരാഷ്ട്ര നികുതി എന്നിവയുമായി ബന്ധപ്പെട്ട അപ്പീലുകൾ ഒഴികെ എല്ലാ ആദായനികുതി അപ്പീലുകളും ഫേസ്ലെസ് അപ്പീലുകൾ വഴി നേരിട്ട് ഹാജരാകാതെ സമർപ്പിക്കാമെന്ന് പ്രത്യക്ഷ നികുതി ബോർഡ് വ്യക്തമാക്കി. ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ബോളിവുഡിലെ മയക്കുമരുന്ന് ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കുന്ന നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നടി രാകുൽ പ്രീത് സിംഗിനെയും അവരുടെ മാനേജരെയും ചോദ്യം ചെയ്തു. ദീപിക പദുകോൺ, സാറ അലിഖാൻ, ശ്രദ്ധ കപൂർ തുടങ്ങിയവരുടെ മൊഴികൾ ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളിലായി അടുത്ത മാസം 28 മുതൽ നടക്കും. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നവംബർ 3-നും മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നവംബർ 7-നും നടക്കും. വോട്ടെണ്ണൽ നവംബർ 10-ന് നടക്കും. ബീഹാറിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്നലെ നിലവിൽ വന്നു. വിശദാംശങ്ങളിലേക്ക്. ആദ്യഘട്ടത്തിൽ 71 നിയോജക മണ്ഡലങ്ങളിലേക്കും രണ്ടാം ഘട്ടത്തിൽ 94 സീറ്റുകളിലേക്കും മൂന്നാം ഘട്ടത്തിൽ 78 സീറ്റുകളിലേക്കുമാണ് വോട്ടെടുപ്പ് നടത്തുക. 243 അംഗ ബീഹാർ നിയമസഭയുടെ നിലവിലെ കാലാവധി നവംബർ 29-ന് അവസാനിക്കും. കോവിഡിന്റെയും വരാനിരിക്കുന്ന ഉത്സവ സീസണിന്റെയും പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളിലായി ചുരുക്കിയതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നക്സൽ ബാധിത മേഖലകളിൽ ഒഴികെയുള്ള ഇടങ്ങളിൽ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയായിരിക്കും പോളിംഗ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കും വോട്ടെടുപ്പ് നടത്തുക. നാമനിർദ്ദേശ പത്രിക ഓൺലൈനായും സമർപ്പിക്കാം. പ്രചാരണ സമയത്തും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണം. സാനിറ്റൈസറുകൾ, മാസ്കുകൾ, പിപിഇ കിറ്റ്, ഫേസ് ഷീൽഡുകൾ, കയ്യുറകൾ എന്നിവയെല്ലാം ഒരുക്കും. സാമൂഹിക മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതും കമ്മീഷൻ കർശനമായി നിരീക്ഷിക്കുമെന്നും ശ്രീ സുനിൽ അറോറ പറഞ്ഞു. കേരളത്തിലെ ചവറ, കുട്ടനാട് എന്നിവയടക്കം 64 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഒരു ലോക്സഭാ മണ്ഡലത്തിലും നടക്കേണ്ട ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഈ മാസം 29-ന് തീരുമാനമെടുക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള അന്തിമ വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരണം ഒക്ടോബർ 1-ലേക്ക് മാറ്റിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. സംസ്ഥാനത്ത് ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചതിനാൽ സ്ഥാപനങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം നീട്ടിയത്. കേരളത്തിൽ ഇന്നലെ 6477 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ ചികിത്സയിൽ ഉള്ളവരുടെ എണ്ണം 48,892 ഇതുവരെ 1,11,331 പേർ രോഗമുക്തി നേടി. 635 പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഏറ്റവും കൂടുതൽ രോഗികളുള്ള തിരുവനന്തപുരത്ത് 8,740 പേർ ചികിത്സയിലുണ്ട്. ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3,27,00,000 പിന്നിട്ടു. മരണസംഖ്യ 10 ലക്ഷത്തോടടുക്കുകയാണ്. 9,92,000-ലധികം പേരാണ് ഇതുവരെ മരിച്ചത്. 2,41,00,000-ലേറെ പേർ രോഗമുക്തി നേടി. വാക്സിൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ലോകത്ത് കോവിഡ് ബാധിച്ച് 2 ദശലക്ഷം ആൾക്കാർ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന. ഇത് വീണ്ടും ഉയരാനും സാധ്യതയുണ്ട്. ചൈനയിൽ കോവിഡ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇതുവരെ 10 ലക്ഷത്തോളം ആളുകളാണ് ലോകത്ത് കോവിഡ് ബാധിച്ചു മരിച്ചത്. കൂട്ടായ പ്രതിരോധ പ്രവർത്തനങ്ങളും ആവശ്യമായ മുൻകരുതലുകളും എടുത്തില്ലെങ്കിൽ 10 ലക്ഷം പേർ കൂടി മരിക്കുമെന്നത് അസംഭവ്യമല്ലെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. ഉക്രൈനിൽ സൈനിക വിമാനം തകർന്ന് സൈനിക കേഡറ്റുകൾ ഉൾപ്പെടെ 25 പേർ മരിച്ചു. ഉക്രൈനിലെ ഖാർഗിവിന് സമീപം പ്രാദേശിക സമയം വെള്ളിയാഴ്ച രാത്രി 8:50-നായിരുന്നു സംഭവം. ഐപിഎല്ലിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ യുവതാരം പൃഥ്വി ഷായുടെ മികവിൽ ചെന്നൈയ്ക്കെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 44 റൺസ് വിജയം. ഡൽഹി ഉയർത്തിയ 176 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ സൂപ്പർ കിങ്സിന് 131 റൺസെടുക്കാൻ മാത്രമാണ് സാധിച്ചത്. ചെന്നൈയുടെ തുടർച്ചയായ 2ാം തോൽവിയാണ് ഇത്. ഐപിഎല്ലിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7:30-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹീന്ദ്ര രജപക്സെയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ഇന്ന്. വാണിജ്യം, സുരക്ഷ, പ്രതിരോധം തുടങ്ങിയവ ചർച്ചയാകും. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഇതിഹാസ ഗായകന് വിട നൽകാനൊരുങ്ങി സംഗീത ലോകം. എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ സംസ്കാരം ഇന്ന് ചെന്നൈ താമരൈപ്പക്കത്ത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളിലായി അടുത്ത മാസം 28 മുതൽ. വോട്ടെണ്ണൽ നവംബർ 10-ന്. ഐപിഎല്ലിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈയ്ക്കെതിരെ ഡൽഹിക്ക് 44 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15-ന്.